നമുക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് ക്ഷണിക്കുക. ഏകദേശം 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളീയരുടെ ചുണ്ടും മനസ്സും ഏറ്റുപാടിയ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് എന്ന് തുടങ്ങുന്ന വരികളിൽ പിൽക്കാലത്ത് ഗൾഫ് പ്രവാസികൾ എന്ന് വിളികൊണ്ട ഒരു സാമൂഹ്യ വർഗത്തിൻ്റെ ഹതാശയമായ ഉൾത്തുടുപ്പുകൾ ഉൾക്കൊണ്ടിരുന്നു. അന്ന് അറബ് നാടുകളിലേക്ക് അന്നം തേടിപ്പോയ പ്രിയതമനോട് വിരഹാഗ്നിയിൽ ബാഷ്പീകൃതമാകുന്ന സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉൾക്കട കാമനകളെ നാടൻ മൊഴിയിലൂടെ അറിയിക്കുന്ന എറനാടൻ മാപ്പിള പെൺകുടിയുടെ ഈ മൊഴിപ്പാട്ട് കത്തുപാട്ട് ഗാന പാരമ്പര്യത്തിൻ്റെ അശ്രുതപൂർവമായ ജനപ്രിയ സ്വരമായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഈ ഗാനം രചിച്ചതെന്നോ ആരാണ് ഈ പാട്ട് പാടിയതെന്നോ തിരിച്ചറിയാതെ കാലത്തിൻ്റെ മനസ്സിൽ നിന്നും സ്വയം ഇറങ്ങി വന്നതുപോലെ ആ ഗാനം സ്വീകരിക്കപ്പെട്ടത്. ഏറെക്കാലം അജ്ഞാതനായി നിന്ന് പിന്നീട് മാപ്പിളപ്പാട്ടിൻ്റെ നഭസിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന കത്തുപാട്ടുകളുടെ ഗായക കവി നിലമ്പൂർ ചന്തക്കുന്നിൽ എസ്.എ. ജമീൽ സാഹിബിൻ്റെ സർഗസമ്പന്നമായ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് ആ നാദബ്രഹ്മം വിലയം പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് ബാക്കിയാവുന്നത് അദ്ദേഹം ബാക്കി വെച്ചു പോയ രചനകളാണ്. മാപ്പിളപ്പാട്ടിന് സാത്വിക ഭാവം പകർന്ന ഒട്ടേറെ രചനകൾ. ആ രചനകളെ സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം, അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാം. ആ സ്മരണകൾക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ. കത്തുപാട്ടുമായി ഫസീലത്തെയും മറുപടിയുമായി ഫിറോസ് ബാബു. لا
അബുദാബിയിലുള്ളോരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോ കത്ത് കിട്ടി. എൻ പ്രിയനേ നിന്റെ ഹൃദയം പൊട്ടി. എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. അബുദാബിയിലുള്ളോരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോ കത്ത് കിട്ടി. എൻ പ്രിയനേ നിന്റെ ഹൃദയം പൊട്ടി. എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളായ വിരക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി. കരളിന് ചുടുരക്ത മഷിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല കോർത്തിണക്കി. വാക്കുകൾ കൂരമ്പായി കുത്തിത്തറയ്ക്കുന്നു. വാക്യങ്ങൾ ഒരു ഈർച്ചവാളായറുക്കുന്നു. കരളിനെ ഒരു 100 കഷ്ണം മുറിക്കുന്നു. കത്തുപിടിച്ച എൻ കൈകൾ വിറയ്ക്കുന്നു. ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി. ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി. കത്തിന് മറുപടി തരാൻ ഒരു പിടിയില്ല. മുട്ടിപ്പോയി ഉത്തരം മുട്ടിപ്പോയി. എന്തെന്ത് സുഖഭോഗം നിനക്കുണ്ട് എന്നാലും എന്നും സ്വർണം വെച്ചു വിളമ്പി നീ തിന്നാലും ഏറെ ഫോറിൻ പണം ഗൾഫിന്ന് വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ ഇരുന്നാലും പറ്റിപ്പോകും തെറ്റ് പറ്റിപ്പോകും. തെറ്റ് പറ്റിപ്പോകും. അയലത്ത് കടമെടുത്തൊരു ഒടുകെടുവതിൽ പെട്ടും പോകും. നീയും പെട്ടും പോകും. പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്. പൊണ്ണൻ അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്. അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്. അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ? കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ? സംഭവം അതുമിതും അവിഹിതം പലതും നടന്നിട്ടില്ലേ? ഇപ്പോഴും നടക്കുന്നില്ലേ? ഇനിയും നടക്കുകയില്ലേ? മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്. മനസ്സിൽ വെടിവെച്ചോരിരട്ട കുഴൽ തോക്കാണ്. മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്. മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ്? തരിച്ചു പോകും പൗരുഷം, തെറിച്ചു പോകും തരിച്ചു പോകും പൗരുഷം, തെറിച്ചു പോകും. പണത്തിന്റെ
പോകും. കൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി, ഗൾഫിലെ പുരുഷൻ എൻ്റെ കഥയുമതാണെങ്കൂറി. കറക്കാതെ കറവ വറ്റി ഒരു പശുവായി നീ മാറി. ഇരുവരും ഇരുകരയിൽ യൗവന ചുമടും പേരി. ഇരിപ്പതിലെന്തർത്ഥം ഞാനടുത്ത് പ്ലെയിൻ കേറി. ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നേ, ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നെ. അല്ലെങ്കിൽ തട്ടിമുട്ടി കൂട്ടി ചട്ടിയിലിട്ട് പൊട്ടിപ്പോകും പെണ്ണെ, ചട്ടി മണ്ണാകും പെണ്ണേ. മകനെ എടുത്തെനിക്ക് മതിയോളം മുത്താനും, മണിയറയിൽ വീണ്ടും മണിവിളക്ക് കത്താനും, മധുവിതുലഹരിയുള്ള മധുരക്കള്ള് ചെത്താനും, മണിക്കൂർ കൊണ്ട് സ്വന്തം നാട്ടിൽ പറന്നെത്താനും വിധി തേടുന്നേ. കൽബ് ശ്രുതി പാടുന്നേ, വിധി തേടുന്നേ. കൽബ് ശ്രുതി പാടുന്നേ. ഗൾഫിന് വിട കൊടുത്തുടൻ കടൽ കടന്നിടാൻ വിധി തേടുന്നേ. റബ്ബിൻ വിധി തേടുന്നേ. കത്ത് ചുരുക്കിയിടുന്നേ. ഒപ്പനപ്പാട്ടുകൾ ഇഷ്ടമില്ലാത്ത മാപ്പിളപ്പാട്ട് ഗാനാസ്വാദകർ ഒട്ടും ഉണ്ടാവില്ല. സിബിലേച്ചിയുടെ ഏറെ പ്രശസ്തമായ ഒരു പഴയ ഒപ്പനപ്പാട്ടുമായി വേദിയിലേക്ക്.
നമ്മൾ പ്രവാസികൾ ഭൂരിഭാഗം പേരും ഒരു ജോലിക്കായിട്ടാണ് ഈ മരുഭൂമിയിൽ എത്തപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ എന്നിട്ടും നമ്മൾ പാടുപെടുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, സഹോദരങ്ങളെ സംരക്ഷിക്കാൻ, അങ്ങനെ നീണ്ടുപോകുന്ന ഉത്തരവാദിത്തങ്ങൾ. ഞാൻ ഇത് പറയാൻ കാരണം ഈ പ്രവാസ ഭൂമിയിൽ നമ്മുടെ കലാസന്ധ്യകളെ എപ്പോഴും സജീവമാകുന്ന ഒരു ഗായകനുണ്ട്. നിങ്ങൾക്കറിയാം, റിയാസ് വേദിയിലേക്ക് എത്തുകയാണ് ഏറെ പ്രശസ്തമായ ഒരു ഗാനവുമായി. ഒപ്പം ആദിൽ അത്തൂർ.